മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയെയും ഞെട്ടിച്ചുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഓരോന്ന് പറയുന്നത്. കരുണ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ എല്ലാവിധ ദേഷ്യവും ഉണ്ണിയാണെങ്കിൽ അവരോട് തീർക്കുന്നു. അവളെ മനഃപൂർവ്വം ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ തൻ്റെ ഭാര്യയുമായിട്ട് മൂന്നാറിലേക്ക് പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണി കണ്ണനോട് ദേഷ്യപ്പെടുകയാണ്. എന്തായാലും ഈ സമയം കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് നല്ലൊരു തുക തന്നെ ശമ്പളമായിട്ട് വരുന്നുണ്ട്. അപ്പം നീ എന്താ പിശുക്ക് കാണിച്ച് അവളെ കൊണ്ടുപോകാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരുന്ന ഒരു ദിവസം വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് സ്വരുക്കൂട്ടി വെച്ചില്ലെങ്കിൽ പിന്നെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ തിരിച്ചടിക്കുകയാണ്. എന്തായാലും ഇവർ വന്നതിന് ശേഷം നിങ്ങൾ പറ്റേ മാറി കൂടപ്പിറപ്പുകളെ മറന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണി കണ്ണനെ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നട്ടലില്ലാത്തവൻ എന്നൊക്കെ കണ്ണനെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഉണ്ണി കാണുന്ന ഞെട്ടിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് മഞ്ജുവാണ് തൻ്റെ സ്ഥാനത്ത് ജനറൽ മാനേജറായിട്ട് ഇരിക്കുന്നത്. അതുകൂടി കാണുമ്പോൾ ഉണ്ണിയുടെ സകല നിയന്ത്രണവും വിട്ടുപോകുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മി ആണെങ്കിൽ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തുകയും ഉണ്ണിക്ക് വേണ്ടതൊക്കെ തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ഇതിനേക്കാൾ താഴ്ന്ന പോസ്റ്റായിരിക്കും തരിക, പക്ഷേ ശമ്പളത്തിലൊന്നും ഒരു കുറവും വരുത്തില്ല, അങ്ങനെയെങ്കിലും നീയൊക്കെ ജീവിച്ചു പോടാ എന്നൊക്കെ ഉള്ള രീതിക്കാണ് മഹി സംസാരിക്കുന്നത്. ആ ഒരു അപമാനം സഹിക്കാൻ കഴിയാതെ ഉണ്ണിയാണെങ്കിൽ തിരികെ കമലേശ്വരത്തിലേക്ക് തന്നെ എത്തുകയാണ്. എന്നിട്ട് കണ്ണനോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ചേർന്ന് എന്താ ഈ ചെയ്ത് കൂട്ടുന്നത്? വീണ്ടും വീണ്ടും എന്നെ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കരുണ അറിഞ്ഞാൽ എൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ഇപ്പം തന്നെ അവിടെ അറിഞ്ഞു കാണും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നതെന്നൊക്കെ കണ്ണനോട് ഉണ്ണി ചോദിക്കുമ്പോൾ, ഞാൻ തരുന്ന ശമ്പളത്തിനനുസരിച്ച് അവിടെ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ തീരുമാനിക്കും ആർക്ക് എന്ത് പോസ്റ്റ് കൊടുക്കണമെന്ന്. പിന്നെ ഞാനിപ്പോൾ നിൻ്റെ പോസ്റ്റിലേക്കും മഞ്ജുവിനെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റൊന്നുമല്ല, അവൾ നിന്നേക്കാൾ ഇപ്പോൾ എത്രയോ മുകളിലാണ്. നിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, മനസ്സുകൊണ്ട് അവളിപ്പോൾ നന്മയ്ക്കൊപ്പമാണെന്നിങ്ങനെ കണ്ണൻ പറയുന്നു. ഓ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരെ മാത്രമാണോ നിങ്ങളിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മഞ്ജു എപ്പോൾ നല്ലവളായോ, അവളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് തിരിച്ചറിഞ്ഞോ, അന്ന് മുതലേ ഞാൻ തീരുമാനിച്ചതാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ടേ ഇനി മഞ്ജു ആയിരിക്കും നിൻ്റെ സ്ഥാനത്ത് അവിടെ ഇരിക്കുക. പിന്നെ നിനക്ക് നിൻ്റെ ജോലി വേണമെങ്കിൽ ഇട്ടെറിഞ്ഞ് പോവാം, കുഴപ്പമില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ അതിന് പിടിച്ചിരുത്തുമെന്നൊക്കെ കണ്ണൻ പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഗതികേട് കൊണ്ട് അവനാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും കണ്ണന് മനസ്സിലാവുന്നുണ്ട് ഉണ്ണിക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അത് എന്ന്. എന്തായാലും ഈ സമയം നമ്മൾ പ്രതാപനും മുത്തശ്ശിയൊക്കെ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരുണയും അതറിയുന്നുണ്ട്. ഉണ്ണി അവനെ കൊണ്ട് ഒന്നിനും കഴിയില്ല, വെറും അടിമ മാത്രമാണ് അവൻ. ഇനിയും അവൻ അവിടെ നാണം കെട്ട് ജോലിക്ക് പോകും. അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപനോടും മുത്തശ്ശിയോടും ഡിവോഴ്സ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലൊക്കെ എത്തുകയാണ് കരുണ അവസാനം. എന്തായാലും മുത്തശ്ശിയും പ്രതാപനും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമഘട്ടത്തിൽ തന്നെയാണ്. പിന്നീട് രാത്രി കിടന്നുറങ്ങാൻ നേരം പെട്ടെന്നാണ് മഹിക്ക് ചെറിയൊരു നെഞ്ചുവേദന എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത്. എന്താടോ, എന്ത് വരിയെന്ന് ചോദിക്കുമ്പോൾ, കണ്ണേട്ടാ എനിക്കാകെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ പോലെ, നെഞ്ചൊക്കെ വല്ലാതെ വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ അറിയില്ല, എങ്കിൽ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്നിങ്ങനെ മഹിയോട് കണ്ണൻ ചോദിക്കുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട, എങ്കിൽ പിന്നെ രാവിലെ തന്നെ നമുക്ക് വൈദ്യൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ അവർ രാവിലെ ആക്കുമ്പോൾ തന്നെ തോമസ് വൈദ്യൻ്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ തോമസ് വൈദ്യനാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മഹിയെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ മഹി ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ പ്രശ്നമെന്നും. എന്തായാലും മഹാലക്ഷ്മിയെ സമാധാനിപ്പിച്ചുകൊണ്ട് വൈദ്യം പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം യാതൊരു പ്രശ്നമില്ല, കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, പേടിക്കേണ്ടതില്ലെന്നൊക്കെ പറയുന്നു. എന്തായാലും കണ്ണനാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ്. മഹിക്ക് എന്തോ പറ്റിയെന്ന് തന്നെ അവൻ കരുതുന്നു. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.